ശ്രീ ശങ്കരാചാര്യ അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രകടനത്തിൽ വെച്ച് അദ്ദേഹം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രകടന ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിവേകത്തിന്റെ ചൂടാമണി, അതായത് ഉപനിഷത്തുകളും ഗീതയിൽ കടഞ്ഞെടുത്ത വേട്ടയാണ് വിവേക ചൂടാമണി. സാധാരണക്കാർക്ക് വേദാന്തത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആചാര്യസ്വാമികൾ രചിച്ച ഒരു ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. ശ്രദ്ധാപൂർവം ഇത് പഠിക്കുകയാണെങ്കിൽ ഏതൊരു സാധകനും വേദാന്ത സിദ്ധാന്തത്തെ കുറിച്ച് ശരിയായ ഒരു ബോധം ഉണ്ടാകാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഉപനിഷത്തുകളിലൊന്നും വലിയ അറിവില്ലാത്തവർക്ക് പോലും അത്യാവശ്യ സാധനങ്ങൾ അനുഷ്ഠിക്കുവാൻ ഇതുമൂലം കഴിയുന്നു. ശ്രദ്ധാഭക്തിയോടൊക്കെ ഇത് പഠിക്കുകയാണെങ്കിൽ പഠിക്കുക മാത്രമല്ല, അത് സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഏതൊരു ആൾക്കാർക്കും ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയും. ഈ വിവേക ചൂടാമണിയിൽ ഏകദേശം 500 ശ്ലോകങ്ങൾ വരും. ഇതിൽ സമയത്തോളം പറഞ്ഞത് ഒരു ശ്ലോകമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആധ്യാത്മിക ജീവിതത്തിന്റെ മാഹാത്മ്യം. മനുഷ്യ ജന്മത്തിന് ആധ്യാത്മിക ജീവിതത്തിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്, അതാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജന്തൂനാം നരജന്മ ദുർലഭമത പുസ്തം തദോ വിപ്രദ തസ്മാത് വൈദിക ധർമ്മമാർഗപരിത വിദ്വത്മകാരം ആത്മാനാത്മവിവേചനം സ്വനുഭവം ബ്രഹ്മാത്മനാ സംസ്കൃതി മുക്തിർണോ ശതകോടി ജന്മസുഹൃതേ പുണ്യത്തിനാദ്യത്തെ. ഒരു മനുഷ്യ ജന്മത്തിന്റെ മഹത്വം അതാണ് പറയുന്നത്. ജീവരാശികളിൽ ഇടയിൽ ഒരു മനുഷ്യ ജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായ ഒരു കാര്യമാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറയാണ്, എത്രയോ കോടി ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഒരു മനുഷ്യ ജന്മം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോടി ജന്മങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടുമ്പോൾ ആ മനുഷ്യ ജന്മത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഈ അടുത്ത ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയിലെ മറ്റോ നമ്മൾ കേട്ടു, എന്താണ്, ഒരു ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് താഴെ വരുന്നു, ഒരു നവജാത ശിശുവിനെ എടുത്ത് താഴെ വരുന്നു നമ്മൾ എല്ലാവരും വായിച്ചു. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള അറിവിന്റെ കുറവ്, അല്ലെങ്കിൽ ആധ്യാത്മിക വിവരങ്ങളിലൊന്നും ഉള്ള ഒരു പാഠം നമുക്കില്ല. മനുഷ്യ ജന്മത്തിന്റെ മൂല്യത്തെ കുറിച്ചൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ചെറുതിലെ തൊട്ട് കുഞ്ഞുങ്ങളെ മുതൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അവരെ ഗീത പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് കുട്ടികളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കുറെയെങ്കിലും മാറ്റം വരും എന്നാണ് തോന്നുന്നത്. ഇനി ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ ജന്തുജന്മം നരജന്മ ദുർലഭം, അതായത് മനുഷ്യ ജന്മത്തില് നരജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരുപാട് പണ്ട് ചെയ്ത പുണ്യത്തിന്റെയോ അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ലഭിച്ച ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ട് ഒരു മനുഷ്യജന്മം കിട്ടി. ഇനി അടുത്തത് പുംസ്തകം പറഞ്ഞാൽ പുരുഷത്വം, അതായത് പുരുഷനായിട്ട് ജനിക്കുക. ഏറെ വിവാദങ്ങളും ഒരുപാട് ദുർവ്യാഖ്യാനിക്കപ്പെട്ട വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായ ഒരു ശ്ലോകമാണ്. പക്ഷേ അന്നത്തെ കാലത്ത്, അതായത് ഋഷിമാരുടെ കാലത്ത്, ഇങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പുരുഷത്വം കിട്ടാൻ വളരെ ദുർലഭമാണെന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത് പറയുന്നതാണ് തതോ വിപ്രത. അതിൽ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞതിനെ നമുക്ക് എന്താ പറയാ, സ്വാത്വികത്വം എന്ന് വേണം ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ അന്നത്തെ ആചാര്യവർഗങ്ങൾ ബ്രാഹ്മണത്തിനൊക്കെ കൂടുതൽ മുൻഗണന കൊടുക്കാറാം. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ പുരുഷത്വമോ അല്ലെങ്കിൽ ബ്രാഹ്മണത്വമോ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി അടുത്ത എന്താണ്? തസ്മാ വൈദിക കർമ്മകാര്യം. ഇനിയിപ്പോൾ 3 കാര്യങ്ങൾ ശരിയായി. എന്തൊക്കെയാണ്? മനുഷ്യത്വം കിട്ടി, പുരുഷത്വമായി, ഒരു ബ്രാഹ്മണനായി. ഇനി എന്താ വേണ്ടത്? ഇത്രയും കിട്ടുക എന്ന് പറയുന്നത് എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ അടുത്തെന്താണ് പറയുന്നത്? വൈദിക ആചാരങ്ങളിൽ, വൈദിക ധർമാഷ്ടങ്ങളിൽ, കാര്യമായിട്ടുള്ളൊരു താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ ഒരു താല്പര്യം കൂടെ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അതും കിട്ടി വെച്ചു. ഇനി അടുത്ത എന്താണ് പറയുന്നത്? നമുക്ക് മനുഷ്യജന്മം കിട്ടി, ദുർലഭമായ മനുഷ്യജന്മം കിട്ടി, പിന്നെ പുരുഷത്വം കിട്ടി. അപ്പം ദുർലഭമായി ഇരിക്കുന്ന വളരെ കഷ്ടമാണ് ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. വളരെ കഷ്ടപ്പെടുത്തിയിട്ടാണ് അത് പഠിച്ചു. അത് പിന്നെ ശ്രുതിവാക്യങ്ങളെ ഉള്ള അതിൻ്റെ കൂടാത്തൊക്കെ ശരിയായ വേണം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലേറെ പാട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതും നമ്മൾ പഠിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ ജീവിതയാത്രയിലെ അന്തിമലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിന് അർഹത നേടിയ ഒരുപാട് മനുഷ്യ ജന്മങ്ങളുണ്ട്. അപ്പം അത് ഏത് കാലത്തും അങ്ങനെയുള്ള ഒരു ജന്മം എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമിയോട് പറയുന്നത് മനുഷ്യജന്മം ദുർലഭമാണെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പരമപദ പ്രാപ്തി ഉണ്ടാകും. അതുണ്ടാകണമെങ്കിൽ നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ഉള്ള നമ്മുടെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ജന്മം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമുക്ക് വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്ന് നമുക്കത് കിട്ടുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ആചാര്യസ്വാമിയോട് പറയുന്നത്. അതേപോലെ ഇതിനെ തുടർന്ന് തന്നെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളിതെല്ലാം നേടിയെടുത്തിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്തവര് മൂഢവിഡ്ഢികൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു വിഡ്ഢികളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടും അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ ഈ വേദാന്തം എല്ലാം പഠിച്ചെടുത്ത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും നമ്മുടെ തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അവരിലും അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ നമുക്ക് ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയും എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. കുറച്ചുകൂടെ വിശദമാക്കാൻ പക്ഷേ സമയങ്ങളുകൊണ്ട് അത് നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രമിച്ചതും പിന്നെ ഇവിടെ വന്നത് 2 വാക്കും പറയാൻ ഉള്ള ധൈര്യവും അതിനുള്ള കോൺഫിഡൻസും തന്നത് കിട്ടിയത് ഗീതാപഠനത്തിലൂടെയാണ്. അതിന് ഗീത സാറിനെ പറയാൻ നമസ്കരിക്കുന്നു. പിന്നെ അതേപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.